ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്കറിയില്ല. ഒരു വാക്ക് വായിന്ന് വീണ് പോയതിന്റെ പേരിൽ ട്രോളായി, പൊങ്കാലയായി, ഇപ്പം മൊത്തം ട്രോളാണെന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ കല്യാണം ഉറപ്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു യോഗമാണ്. ആ വീഡിയോ ചെയ്ത സമയത്ത് പുള്ളിയുടെ വായിൽ നിന്ന് ഒരു 2 ഡയലോഗ്, ഒരു പഞ്ചിന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. അതൊക്കെ അന്നേ കയ്യിന്ന് പോയി. പുള്ളി ഉദ്ദേശിച്ച മീനിങ്ങിലല്ല ആളുകൾ അത് എടുത്തത്. ആ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. താൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? ആളുകൾ വേറൊരു രീതിയിൽ അതിനെ എടുത്തിട്ട് കീറി മുറിച്ച് പുള്ളിയെ ഏറി കയറ്റി. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സംഭവം കേക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ വന്ന് ചെറുക്കന്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അങ്ങനെ കണക്ക് പറയരുത് സാറേ. അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. നീ എന്നാ ഒലക്കായി പറയുന്നു? എന്റെ തലയിലെങ്ങാനും ചക്ക വീണായിരുന്നു. മുക്കാച്ചെമ്പ് ബിരിയാണിയും കഴിച്ചു ആ ഒരു കച്ചവടം അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കല്യാണം ഉറപ്പിച്ചു എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നതിന് പകരം പുള്ളി കുറച്ചും കൂടെ ഫണ്ണി ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഞാൻ വേണമെന്ന് വെച്ച് പറയണല്ലേ, അതെങ്ങനെയെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. എത്ര നന്നായിട്ട് സംസാരിച്ചു തുടങ്ങിയാലും എന്റെ നാവ് പഴയ്ക്കും. പുള്ളിയുടെ സംസ്കാരം, അവൻ കാശുണ്ടാക്കി, അതിന് സംസ്കാരമില്ല, സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ഇങ്ങനെ പലതരത്തിലുള്ള കമന്റ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എന്റെ മുമ്പിൽ അല്ല എന്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എന്റെ തലയിൽ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. നല്ല പൊളപ്പ 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാൻ അത് കേട്ടത് മുക്കാച്ചെമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.